റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPM മലപ്പുറം ജില്ലാ നേതൃത്വം. വെള്ളാപ്പള്ളിയുടെ എല്ലാ പ്രസ്താവനകളോടും CPMന് യോജിക്കാനാകില്ലെന്ന് ജില്ലാ സെക്രട്ടറി VP അനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മറ്റെല്ലാവരെയും പോലെ ഒരു സമുദായ നേതാവെന്ന നിലയിലാണ് വെള്ളാപ്പള്ളി അംഗീകരിക്കുന്നത്. മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിം വിഭാഗത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് പാർട്ടി നേതൃത്വം വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നും VP അനിൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാമുദായിക നേതാവാണ്. മറ്റുള്ളവരെല്ലാവരും പോയി തന്നെ അയാളുടെ എല്ലാ പ്രസ്താവനകളോടും അതുപോലെ തന്നെ അയാളുടെ എല്ലാ നിലപാടുകളോടും ഞങ്ങൾക്ക് യോജിക്കാൻ വേണ്ടി കഴിയില്ല. യോജിക്കാൻ കഴിയാത്തത് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഞങ്ങളെപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് മാത്രമല്ല ആര് അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ ആ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകും. അതേ സമയത്ത് അദ്ദേഹം ഒരു സാമുദായിക സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് മറ്റെല്ലാവരെ പോലെ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെയും അംഗീകരിച്ചു പോകുന്നു. ഞങ്ങളുടെ നിലപാട് അത്തരം കാര്യത്തിലാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അതിനോട് വിയോജിപ്പുകളും കൃത്യമായിട്ട് നിലപാടും ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയത്ത് ലീഗിനെതിരായിട്ട് പറയുന്ന കാര്യത്തിൽ അത് മലപ്പുറം ജില്ലയ്ക്കെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടുമാണ് എന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട കാര്യം. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണത്. അതിൽ യാഥാർത്ഥ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കേണ്ട ലീഗാണ്. ലീഗ് അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഇരട്ടത്താപം സ്വീകരിക്കുകയില്ലേ? അതിലൊന്നും സംശയമുള്ളത് അതാണല്ലോ. പിന്നോക്ക ഇതിൻ്റെ കൺവീനറായിരുന്നല്ലോ അദ്ദേഹം. നമുക്കൊപ്പം മുബഷീറുണ്ട്, ഒപ്പം VS രഞ്ജിത്തുമുണ്ട്. മുബഷീർ, പാർട്ടി നേരത്തെ വ്യക്തമാക്കിയത് സമുദായ നേതാവെന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശനെ അംഗീകരിക്കുന്നു. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും പാർട്ടിക്കില്ല എന്നുള്ളതാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. അത് തന്നെയാണ് അനിൽ ഇപ്പോൾ പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി വ്യക്തമായി ക്ലാരിറ്റിയോടുകൂടി പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം പരാമർശമോ ന്യൂനപക്ഷ വിരുദ്ധമായ പരാമർശത്തോടോ മലപ്പുറം ജില്ലയിലെ CPMന് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണോ അനിൽ? മുബഷീർ. തീർച്ചയായും അരുൺകുമാർ, വെള്ളാപ്പള്ളി നടേശന്റെ പലതരത്തിലുള്ള പ്രസ്താവനകൾ, അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം, ആ പരിപാടിയിൽ വെച്ചൊക്കെ തന്നെ വെള്ളാപ്പള്ളിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ തന്നെ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗും UDF-ഉം വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രചാരണമാക്കി. LDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി അത് ഉണ്ടാക്കിയെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഇത്തരമൊരു പ്രതികരണം CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളിയെ നേരത്തെ തന്നെ തങ്ങൾ തള്ളിപ്പറഞ്ഞിരുന്നു എന്ന പ്രതികരണം തന്നെയാണ് CPM നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. VP അനിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള പ്രതികരണം ഈ ഒരു വിഷയത്തിൽ നടത്തുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ എല്ലാ പ്രസ്താവനകളോടും CPM-ന് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല. അദ്ദേഹം മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും പറഞ്ഞ പ്രസ്താവനകളോട് ആ ഒരു ഘട്ടത്തിൽ തന്നെ CPM-ന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വം വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ്. അദ്ദേഹം ഒരു സാമുദായിക നേതാവ് എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹത്തെ അംഗീകരിക്കുന്നത്. ആരോടാണെങ്കിലും വിയോജിക്കേണ്ട സമയത്ത് ആ നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് VP അനിൽ പറഞ്ഞു വെക്കുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായിട്ടൊക്കെ തന്നെ ഇവിടെയുള്ള CPM-ന്റെ ജില്ലാ നേതാക്കളോടൊക്കെ തന്നെ ഇക്കാര്യം ചോദിച്ച സമയത്ത് ഒരു പക്ഷേ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ ആ ഒരു ഘട്ടത്തിൽ നേതാക്കൾ തയ്യാറായിരുന്നല്ലോ. ഒരു പക്ഷേ വലിയ പരാജയം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിൽ പോലും ഒരു പ്രതിപക്ഷമില്ലാത്ത സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് CPM ഇത്തരം നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളിയെ പൂർണ്ണമായിട്ടും തള്ളുകയാണ്. മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിം വിഭാഗത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി പറഞ്ഞതിലൂടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞത് ഒരു സമുദായത്തെ ഒന്നാകെ കുറിച്ച് പറഞ്ഞതാണെന്ന് വരുത്തി തീർക്കാൻ സാധിക്കില്ല. അതേസമയം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങൾ എന്താണ് അതിലെ വസ്തുത എന്നത് ലീഗിനോട് ചോദിക്കണം എന്നുള്ളതും CPM ജില്ലാ നേതൃത്വം പറഞ്ഞു വെക്കുന്നുണ്ട്. അരുൺകുമാർ. ഓക്കെ, നമുക്കൊപ്പം VS രഞ്ജിത്ത് കൂടിയുണ്ട്. VS രഞ്ജിത്ത്, ഇപ്പോഴും ഈ നിമിഷം വരെയും വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞിട്ടില്ല. പാർട്ടി ഒരു നിലപാട് പറയുന്നു, പാർട്ടി നിലപാട് വ്യക്തവുമാണ്. അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ എല്ലാ പ്രസ്താവനകളോടും പാർട്ടി യോജിക്കുന്നില്ല, പാർട്ടിക്ക് അത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമില്ല. വെള്ളാപ്പള്ളി നടേശൻ പാർട്ടിയുടെ ആരുമല്ല. പക്ഷേ ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ ആ സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് പാർട്ടി അംഗീകരിക്കുന്നു. ഇതാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വരുന്ന മെസ്സേജും. അത് വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു മെസ്സേജ് ആണോ VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, CPM-ന്റെ സംസ്ഥാന നേതൃത്വം എന്ത് നിലപാട് സ്വീകരിച്ചാലും മലപ്പുറം ജില്ലയ്ക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിലും തവനൂരിലും നിലമ്പൂരിലും പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ CPM വലിയ അട്ടിമറികളും വിജയങ്ങൾ ആവർത്തിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഘട്ടത്തിലെങ്കിലും CPM-ന്റെ മലപ്പുറം ജില്ലാ നേതൃത്വം ഇത്തരത്തിൽ ക്ലാരിറ്റിയോടുകൂടി
ഇത് വെള്ളാപ്പള്ളിയോട് വിയോജിക്കേണ്ടതുണ്ട് എന്നുള്ളത് അവരുടെ രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ CPM-നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാന്തപുരം വിഭാഗം പോലും അതിൽ സർക്കാർ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് വലിയ തിരിച്ചടി CPM-നുണ്ടായ സാഹചര്യത്തിലും ഒന്നുകൂടി ഉറപ്പിച്ചു പറയേണ്ടത് CPM-ന്റെ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ആവശ്യമാണ്. ആ ഒരു വ്യക്തത CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വരുത്തുന്നു എന്നുള്ളതാണ്. അത് സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിൽ ഒന്നുമില്ലെങ്കിലും മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക്, മലപ്പുറത്തെ പാർട്ടിക്ക് അക്കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്രമേൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന മലപ്പുറത്ത് തിരിച്ചടിയായിട്ടുണ്ട്, മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തെ പാർട്ടിക്ക്, CPM-ന് വെള്ളാപ്പള്ളിയെ കൊണ്ടു നടക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല. അങ്ങനെ കൊണ്ടു നടന്നാൽ അതൊരു ബാധ്യതയായിരിക്കും. ആ ബാധ്യത ഇറക്കി വെക്കുകയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്ത് ആണ് നമുക്കൊപ്പം ചേർന്നത്, ഒപ്പം മുബഷീറും. താങ്ക് യു വി എസ് രഞ്ജിത്ത്, താങ്ക് യു മുബഷീർ.